ലോകരാജ്യങ്ങളിൽ പലതും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. മാത്രമല്ല, പാകിസ്ഥാനെ പോലെ തീവ്രവാദ രാഷ്ട്രത്തിൻ്റെ നീക്കങ്ങൾക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കണ്ടെത്തുന്നവരാണ് ഇപ്പോൾ. മാത്രമല്ല, അതിർത്തിയിൽ ഇന്നലെ പോലെ അത്ര തീവ്രമല്ല ഷെല്ലാക്രമണം എങ്കിലും ഈ സിവിലിയൻസിന് നേരെയുള്ള ആക്രമണം തുടരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ യുദ്ധകാര നിരീക്ഷകൻ യുദ്ധകാര്യ ലേഖകൻ ബി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ദിലീപ്, മറ്റു വിവരങ്ങൾ എന്തെങ്കിലും അതിർത്തിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? എസ്കെൻ, അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. അത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്കപ്പുറം നിന്നുള്ള വെടിവെപ്പ് തുടർന്നിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശവാസികൾക്ക് തന്നെയാണ്. സാധാരണക്കാരായ കശ്മീരിലെ ജനങ്ങൾക്കാണ് നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. കൊല്ലപ്പെട്ടവരും പ്രദേശവാസികളാണ്. ഇന്നലെ അവർ ഈ പാകിസ്ഥാനിൽ ഇന്ത്യൻ സേന നടത്തിയ മിന്നലാക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിർത്തിക്കപ്പുറം നിന്ന് കനത്ത തോതിൽ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. 15 പേരാണ് ഇന്നലെ ഈ പാക് ഷെല്ലാക്രമണത്തിൽ പൂഞ്ച്, രജൌറി മേഖലകളിലായി കൊല്ലപ്പെട്ടത്. ഇന്നും പാക് പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാന്റെ ഈ പ്രകോപനം അതിർത്തിക്കപ്പുറത്തു നിന്ന് തുടരുമ്പോൾ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നുണ്ട്. പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീറിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം അസീം മുനീറിനെ സംബന്ധിച്ച് വേണ്ടത്ര വകതിരിവില്ലാതെ തീരുമാനമെടുക്കുന്നയാൾ എന്ന കുപ്രസിദ്ധി ഇതിനകം തന്നെ നേടിയിട്ടുള്ള ആളാണ്. അസീം മുനീറിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഇന്നലെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ മിന്നലാക്രമണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് പാകിസ്ഥാനിലുള്ള ചില ഭീകര സംഘടനകളുടെ താവളങ്ങൾ, പാകിസ്ഥാനിലെ ഭീകര സംഘടനകളെ അവർക്ക് വേണ്ട പരിശീലനം നൽകുന്നതൊക്കെ പാക് സൈന്യത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ള താവളങ്ങളിലാണ് പ്രത്യേകിച്ച് ബഹാവൽപൂർ, മുൻട്രിക്ക, സിയാൽകോട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ. ഇത് പാകിസ്ഥാനുള്ളിലുള്ള സ്ഥലങ്ങളാണ്. ഇന്ത്യ ലക്ഷ്യമിട്ട 9 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട 4 എണ്ണം പാകിസ്ഥാനുള്ളിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ്. മറ്റത് പാക് അധീന കാശ്മീരിൽ ഉള്ള സ്ഥലങ്ങളാണ് മറ്റ് 5 സ്ഥലങ്ങൾ. പക്ഷേ ഈ 4 സ്ഥലങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളുടെ ലഷ്കർ ഇ തൈബയുടെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രം, ആ ലഷ്കർ ഇ തൈബയുടെ പരിശീലന കേന്ദ്രം മുറിഡ്ക എന്ന് പറയുന്ന സ്ഥലത്തെ പരിശീലന കേന്ദ്രത്തിലാണ് ഹാഫിസ് സയ്യിദിൻ്റെ നേതൃത്വത്തിൽ ആളുകൾക്ക് ഇന്ത്യ വിരുദ്ധ വിദ്വേഷ പ്രചാരണത്തിനും വിദ്വേഷ പ്രസംഗത്തിനുമൊക്കെ നേതൃത്വം നൽകിയിരുന്ന സ്ഥലം. അങ്ങനെയുള്ള സ്ഥലം എന്നത് മാത്രമല്ല, മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതി അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് എല്ലാ പരിശീലനവും നൽകിയിരുന്നത് ഈ സ്ഥലത്താണ്. അവിടെ നിന്ന് പരിശീലനം നേടിയവരാണ് മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയിരുന്നവർ. അങ്ങനെ പരിശീലനം നടത്തിയിരുന്ന സ്ഥലം. ഇതുകൂടാതെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, തഹാവൂർ ഹുസൈൻ റാണ തുടങ്ങിയവരൊക്കെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ലോകത്ത് മറ്റ് ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അതിന് വേണ്ടത്ര ആലോചനയും കൂടിയാലോചനയും പരിശീലനവും ഒക്കെ നൽകിയിരുന്ന സ്ഥലമാണ് ഈ മുറിഡ്ക എന്ന് പറയുന്ന സ്ഥലത്തെ ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനം. ഏതാണ്ട് 100 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനം. അവിടെ ഒസാമ ബിൻ ലാദൻ തന്നെ ഏതാണ്ട് $10 മില്യൺ നേരത്തെ അവിടെ ഈ കെട്ടിട നിർമ്മാണം, മറ്റു പരിശീലന കേന്ദ്രങ്ങൾ ഇതിനൊക്കെയായി നൽകിയിരുന്നത്. അങ്ങനെയുള്ള ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനത്തേക്കാണ് ഇന്ത്യ മിന്നലാക്രമണം നടത്തി ആ സ്ഥലം പൂർണ്ണമായും നിലം പരിശാക്കിയത്. മറ്റൊന്ന് ബഹാവൽപൂരാണ്. ബഹാവൽപൂർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമാണ്. ഇന്ത്യയിലെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന സംഘടനയാണ് ഈ ജെയ്ഷെ മുഹമ്മദ്. അവിടെ പരിശീലനം നേടിയവരാണ്, ബഹാവൽപൂരിൽ പരിശീലനം നേടിയവരാണ്, സുബാനുള്ള മർക്കസിൽ പരിശീലനം നേടിയവരാണ്. ഇന്ത്യയിലെത്തി എത്രയോ ഭീകരാക്രമണങ്ങൾ, അത് ഇന്ത്യൻ എയർലൈൻസ് വിമാനം 99-ൽ തട്ടിക്കൊണ്ടുപോയി കാണ്ഡഹാറിൽ, അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കി അതിന് യാത്രക്കാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യക്ക് ഇതിൻ്റെ സ്ഥാപകൻ, ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ മൗലാന മസൂദ് അസർ ഉൾപ്പെടെയുള്ളവരെ അന്ന് വിട്ടയക്കേണ്ടി വന്നു. 3 പേരെ വിട്ടയക്കേണ്ടി വന്നു. അതിൽ ഈ മൗലാന മസൂദ് അസറിൻ്റെ ആസ്ഥാനമാണ് ബഹാവൽപൂർ. ഇന്ത്യയുടെ ആക്രമണത്തിൽ മൗലാന മസൂദ് അസറിൻ്റെ 10 കുടുംബാംഗങ്ങളും 4 വിശ്വസ്തരായ അനുയായികളുമാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കേന്ദ്രം, അവിടെ ഏതാണ്ട് 80 ഏക്കറോളം സ്ഥലത്താണ് ഈ മൗലാന മസൂദ് അസറിൻ്റെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനവും അവരുടെ പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ ഉള്ളത്. അത് ഈ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല, മറ്റ് നിരവധി ഭീകരാക്രമണങ്ങൾ, അത് പുൽവാമ ഭീകരാക്രമണം, പത്താൻകോട്ട് ഭീകരാക്രമണം,
മുംബൈയിൽ നടത്തിയിട്ടുള്ള ചില ലോക്കൽ ട്രെയിനിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾ, ജർമ്മൻ ബേക്കറി കേസുമായി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഭീകരാക്രമണം, അങ്ങനെ എത്രയോ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം നിലം പരിശാക്കുകയാണ് ഇന്ത്യൻ സേന ചെയ്തത്. അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ, സിയാൽകോട്ട് ഹിസ്ബുൾ മുജാഹിദീൻ്റെ അവരുടെ ആസ്ഥാനമാണ്, അവിടെയും ഇന്ത്യ ആ ആസ്ഥാനവും നിലം പരിശാക്കി. ഒരർത്ഥത്തിൽ SKN, ഇന്ത്യ ഇന്നലെ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി മാത്രമായിരുന്നില്ല. എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക്, ഓരോ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യ തക്കതായ മറുപടി, ചുട്ട മറുപടി നൽകുന്നുണ്ട്. അതിന് തിരിച്ചടി മുതലും പലിശയും ചേർത്ത് നൽകാറുണ്ട്. പക്ഷേ എത്രയോ കാലത്തെ ഭീകരാക്രമണങ്ങൾക്കുള്ള മുതലും പലിശയുടെ പലിശയും ചേർത്തുള്ള തിരിച്ചടി എന്ന് പറയാം. അതായത് ആ 3 ദശാബ്ദങ്ങളായുള്ള ഇന്ത്യയിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്കെല്ലാം കൂടി ഒറ്റ മറുപടി എന്ന നിലയിലായിരുന്നു ഇന്ത്യ കഴിഞ്ഞ ദിവസം ഈ മിന്നലാക്രമണം നടത്തിയത്. അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അതായത് ഇന്ത്യയിൽ ഈ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ലഷ്കർ-ഇ-തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ആസ്ഥാനം ഇനി ഒരു പൊടി പോലും അവശേഷിപ്പിച്ചിട്ടില്ലാത്ത വിധം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇന്ത്യ. SKN. ദിലീപ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്.